ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തുള്ളൊരു വിഭവമാണ് ഇതൾ ഉരുട്ടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഇതൾ ഉരുട്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ജീരകശാല റൈസാണ്. അതായത് നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ തയ്യാറാക്കില്ലേ ജീരക റൈസ്, ആ റൈസ് തന്നെയാണ്. ഇതിന് പകരം നമുക്ക് കൈമ റൈസും എടുക്കാവുന്നതാണ്. 1.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബിരിയാണി അരി എടുക്കാൻ വേണ്ടി പറ്റില്ല. ബിരിയാണി അരിയുടെ ടേസ്റ്റ് വന്നിട്ട് അത് വേറെ ആയിരിക്കും. അതിൽ ചെറിയതായിട്ട് ഇങ്ങനെ പശ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ, ഒരു സ്റ്റാർച്ച് പോലെ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടാകും. അതിന് പകരം നമ്മൾ ജീരക റൈസ് തന്നെ എടുത്തേക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പച്ചരി വെച്ച് തയ്യാറാക്കാനും പറ്റും. പച്ചരിയേക്കാളും ടേസ്റ്റ് എപ്പോഴും കൂടുതൽ നമ്മൾ ഈ ജീര റൈസ് വെച്ച് തയ്യാറാക്കുമ്പോഴാണ്. വേറെ അരിയൊന്നും എടുക്കരുത്, ചോറ് വയ്ക്കുന്ന അരിയൊന്നും പറ്റില്ല. ബൗളിലേക്ക് അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളം ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അരി കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റണം. അതായത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് അതിൽ ഒരു തുള്ളി വെള്ളവും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കംപ്ലീറ്റ് വെള്ളവും മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് എടുക്കാം. അരിയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്നും ചേർത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് അളവിൽ ചോറും കൂടിയാണ്, വേവിച്ച ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് ചോറ് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. 1/4 കപ്പ് അളവിൽ അതിൽ കൂടരുത്. അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് അങ്ങനെ ചേർത്താൽ മതിയാവും. ചോറ് ചേർത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു കംപ്ലീറ്റ് തേങ്ങ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. വെള്ളത്തിന് പകരം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഇതളപ്പത്തിന് കൂടുതലായിട്ട് കിട്ടുന്നത്. അതിൻ്റെ പേരിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് മാത്രമേ നമ്മൾ ഇതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാൻ പാടുള്ളൂ. കൂടുതൽ എത്രത്തോളം വെള്ളം നമുക്ക് വേണമെന്ന് തോന്നുന്നു അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് അരച്ചെടുക്കാൻ സമയത്ത് 1 കപ്പ് അളവിൽ മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതൽ ഇപ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടില്ല, വെള്ളം കൂടിപ്പോയാൽ. അതിൻ്റെ പേരിലാണ്. അപ്പോൾ നല്ലതുപോലെ, അതായത് തരിയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നുമില്ലാതെ ഇതുപോലെ വേണം നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ വീണ്ടും 1 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഇത് ഇത്രയും കട്ടിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കട്ടി വേണ്ട. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. എത്രത്തോളം നമ്മുടെ മാവിൻ്റെ ആ ഒരു കട്ടി കൂടുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇതൾ ഉരുട്ടിയുടെ ആ ഒരു ഹാർഡ്നെസ്സും കൂടും. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചുകൂടി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കരുത്, മാക്സിമം തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ആകെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 2.25 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് ഞാനിപ്പോൾ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ആ കൺസിസ്റ്റൻസി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഈ ഒരളവിൽ നമ്മുടെ ഇതൾ ഉരുട്ടി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ടൊരു സ്റ്റാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു വട്ടപാത്രമാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനടിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്കൊന്ന് പതുക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റ് എടുക്കാവുന്നതാണ്. അതായത് നമുക്ക് പിന്നീട് അത് ഇളക്കി എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലുള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ചെറിയ ചെറിയ ബൗളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റിൽ തയ്യാറാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു തവിയിൽ ഒരു 1.5 തവിയാണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള മാവ് ചേർക്കാവുന്നതാണ്. മാവ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ ഇതൾ ഒറട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് പുരട്ടുകയാണ്. നെയ്യ് പുരട്ടിയില്ലാന്ന് വെച്ചെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതളായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീണ്ടും മാവ് ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പരസ്പരം അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് നമ്മളിതുപോലെ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തതുപോലെ തന്നെ അതേ അളവിലുള്ള മാവ് തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് ചേർക്കാൻ വേണ്ടി നിൽക്കേണ്ട. എങ്കിൽ പിന്നെ നമ്മൾ അതിങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോന്നിൻ്റെ അളവിന് വ്യത്യാസം വരും. അതിൻ്റെ പേരിൽ നേരത്തെ ഒഴിച്ച ഏത് അളവാണോ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ചേർക്കാം. ഇനി വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങും. ആ ഒരു സമയം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ട് വീണ്ടും മാവ് ചേർക്കാവുന്നതാണ്. മാവ് ഒഴിച്ചിട്ട് വെറും 2 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ പുറം ഭാഗമെല്ലാം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ഈ പ്ലേറ്റ് എല്ലാം ഒന്ന് കവർ ആകുന്നത് വരെ മാവ് ഒഴിച്ചു കൊടുത്ത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കംപ്ലീറ്റ് മാവ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉള്ളത് വേവിച്ചെടുക്കാനും ഒരു 3-4 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോന്നും വെന്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് മുകളിലേക്കും ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കരുത്. ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതിപ്പോൾ നല്ല ചൂടല്ലേ, തിളയ്ക്കുന്ന ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറി ചെറിയൊരു രീതിയിൽ അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാകുമ്പോഴത്തേക്കും ഇതിൽ നമുക്കെല്ലാം ഇളക്കിയൊന്ന് എടുക്കാം. ഇത് ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് കഴിക്കാനുള്ള ആ ഒരു രീതിക്കൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തട്ടിൽ നിന്ന് ഇളക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ അത്ര നിർബന്ധമില്ല എന്തെങ്കിലും ഒരു കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോഴേ അറിയാം നന്നായിട്ട് എൻ്റെ സൈഡെല്ലാം ഇളകി ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാലും നല്ലതുപോലെ ഒന്ന് വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് നമുക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു പതുക്കെ തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇതൾ ഒറട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഇതളുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ഇതളുകളാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുഴിവുള്ള ഒരു പാത്രത്തിൽ നമ്മളൊന്ന് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ സമയത്ത് എങ്ങനെയാണോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജ് ആയിട്ടുള്ള, അതായത് ചിക്കൻ ആണെങ്കിലും ബീഫ് പെരട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അതല്ലാതെ നല്ല സൈഡായിട്ട് നമുക്കൊരു കുറുമ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.